ഇല്ല, കാരണം ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ ഭയങ്കര ഹാപ്പി ആയിട്ട് കടന്നുപോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ ഈ കുഞ്ഞിലെയൊക്കെ ബർത്ത്ഡേ, കുഞ്ഞിലല്ല കഴിഞ്ഞ വർഷം വരെ എനിക്കിങ്ങനെ ബർത്ത്ഡേ വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം കുഞ്ഞിനെ നമ്മളിങ്ങനെ സ്കൂളിൽ ഇങ്ങനെ ബർത്ത്ഡേ യൂണിഫോമിട്ട് പോകുന്ന സമയത്ത് ബർത്ത്ഡേ ദിവസം മാത്രമായിരിക്കും കളറിട്ട് പോകണേ. എന്നിട്ട് ആ ദിവസം നമ്മളെന്തെങ്കിലും ഹോംവർക്ക് ചെയ്തെത്തിയാലോ ചെയ്തില്ലേലോ എന്തെങ്കിലും മറന്നു പോയാലൊക്കെ ആ ദിവസം അടി കിട്ടുന്ന സമയത്ത് നമുക്ക് പിന്നെ നമ്മളൊരു തോട്ടാണ്. പക്ഷേ ബർത്ത്ഡേ ദിവസം അടി കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്നും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ബർത്ത്ഡേ ദിവസമായിട്ട് ആരെങ്കിലും അടിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ഇങ്ങനെ ചോദിക്കും. അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ വെച്ചാൽ എനിക്ക് എൻ്റെ ബർത്ത്ഡേ വരുന്ന സമയത്ത് ബർത്ത്ഡേ ദിവസം എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ഭയങ്കര വിഷമം. അപ്പോൾ പിന്നെ ബർത്ത്ഡേ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, തലേ ദിവസത്തെ ഇരുന്നിട്ട് ദൈവമേ നാളെ ഒന്നും സമയക്കില്ലേ, നാളെ എൻ്റെ ബർത്ത്ഡേ ആരും അറിയില്ലേ, ആരും വിഷ് ചെയ്യില്ലേ. കാരണം വെച്ചാൽ ബർത്ത്ഡേ ദിവസം എനിക്ക് സംഭവിച്ച ആരെങ്കിലും കളിയാക്കണം ഒക്കെ ഓർത്തിട്ട് ഭയങ്കര ഒരു വിഷമം. അതുകൊണ്ട് ഞാൻ എൻ്റെ ബർത്ത്ഡേ ദിവസം ഞാൻ ആരോടും പറയാറില്ല. അറിയുന്ന ആൾക്കാരോട് ഞാൻ പറയും എനിക്ക് സ്റ്റാറ്റസ് ഒന്നും ഇഷ്ടമില്ല, എനിക്ക് സ്റ്റോറി ഒന്നും ഇഷ്ടമില്ല, നിങ്ങളെന്നെ വിഷ് ചെയ്തു അങ്ങനെയൊക്കെയാണ്. പക്ഷേ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു വർഷം എനിക്ക് കുറച്ച് അധികം ഭയങ്കര സിൻസിയറായിട്ട് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. അപ്പോൾ ഞാൻ അവരുടെ കൂടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ വർഷത്തെ എനിക്ക് ബർത്ത്ഡേ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എൻ്റെ ഹോസ്റ്റൽ റൂമിലാണെങ്കിലും ഞാൻ ഇങ്ങനെ ആൾക്കാരുടെ എൻ്റെ ഒരു കുറച്ച് ഫ്രണ്ട്സ് ലിസ്റ്റ് എസ് ഒരു ബർത്ത്ഡേ ആണ്, എസ് ഒരു ബർത്ത്ഡേ ആണ് എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പിന്നെ കെയർ ചെയ്തില്ല. ആ ദിവസം എന്തോ ആയിക്കോട്ടെ എനിക്ക് അങ്ങനെ ജസ്റ്റ് കെയർ ചെയ്യാത്ത ഫസ്റ്റ് ടൈം. എനിക്ക് ഇപ്പോൾ 23 വയസ്സായി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞത് നാളെ എനിക്ക് 23 വയസ്സാവും വലിയ, നാളെ എനിക്ക് 23 വയസ്സാവും വലിയ വെച്ചാൽ ഹാപ്പി ആയിരുന്നു. അത് മാത്രമല്ല ഇന്നലാണെങ്കിൽ എൻ്റെ റൂംമേറ്റ്സും അപ്പത്തെ റൂംമേറ്റ്സും ഒക്കെ കൂടി ഞാൻ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കാണ് ഒട്ടും ഇതറിയില്ല ഇനി കേക്ക് അറേഞ്ച് ചെയ്യും. ഞാൻ ഒട്ടും എക്സ്പെക്റ്റേ ചെയ്തിട്ടില്ല. അങ്ങനെ അവർ വന്ന് കേക്ക് കട്ട് ചെയ്ത് ഞങ്ങളിങ്ങനെ രാത്രി നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. കേക്ക് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കേക്ക് കൊണ്ടുവന്നു. അത് കട്ട് ചെയ്ത് ഞാൻ ഭയങ്കര ഹാപ്പി. ഇപ്പം ഇങ്ങനെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എനിക്ക് കുറച്ച് ഗിഫ്റ്റ് തന്നായിരുന്നു, കുറച്ച് ഗിഫ്റ്റ് കിട്ടിയില്ല വരുന്നുണ്ട് അങ്ങനെയൊക്കെ. അപ്പം ഞാൻ ഓർത്ത് നീയൊക്കെ എൻ്റെ ഗിഫ്റ്റ് പക്ഷേ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മെമ്മറബിൾ ആണ്. കാരണം വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ അങ്ങനെ പേടിച്ച് നടന്നുകൊണ്ടിരുന്ന ഒരു ബർത്ത്ഡേ പെട്ടെന്ന് ഹാപ്പി ബർത്ത്ഡേ ആയത്. സോ അതിൻ്റെ ഒരു സന്തോഷം ഞാൻ അതൊക്കെ കാണിച്ചായിരുന്നു. ഇത്രയുമാണ് ഞാൻ ഒരു ഓൺ വോയിസ് വീഡിയോ എന്ന് എനിക്കറിയില്ല. സോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. എനിക്ക് ഈ കിട്ടിയ കുറച്ച് ചോക്ലേറ്റ്സ് ഭയങ്കര പ്രഷ്യസാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഹോസ്റ്റൽ വാർഡൻ സിസ്റ്റർ കുറച്ച് സീനൊക്കെയാണ്. അപ്പോൾ പക്ഷേ ഞാൻ ഇന്നലെ വൈകുന്നേരം സ്വീറ്റ്സ് കേട്ട സിസ്റ്റർ എൻ്റെ ബർത്ത്ഡേ ആണ് വന്ന് ആണോ ബർത്ത്ഡേ ആണോ എൻ്റെ പറഞ്ഞില്ല, അങ്ങനെ എന്നെ രാവിലെ കുട്ടിയോടൊപ്പം ഇട്ടിട്ട് പോയി അങ്ങനെയൊക്കെ ചോദിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞ സമയത്ത് എൻ്റെ സിസ്റ്റർ വിളിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ചോക്ലേറ്റ്സ് ഒക്കെ നമ്മൾ ഭയങ്കര ഇതായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്റ്റലിൽ സിസ്റ്റർ ക്രിസ്റ്റീൻ അങ്ങനെ ആരോട് അത്ര സ്നേഹത്തിലൊന്നും ഇടപെടാറില്ല എല്ലാവരോടും. അങ്ങനെ പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് എന്നോട് ഇങ്ങനെ ഇതായിട്ട് പുതിയ ഹോസ്റ്റൽ മാറിയിരിക്കുമായിരുന്നു. അപ്പോൾ ഈ ഹോസ്റ്റൽ വന്നിട്ട് കുറച്ച് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ സിസ്റ്റർ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റഡ്. സോ അത് പിന്നെ മാത്രമല്ല ഈ മഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് കൂടെ കൊടുക്കാതെ ഇങ്ങനെ പിടിച്ച് വെച്ചേക്കുക. ഈ ഗിഫ്റ്റ്, ഈ ബർത്ത്ഡേ കാർഡ് എനിക്ക് എൻ്റെ റൂംമേറ്റ്സ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ഉണ്ടാക്കി തന്ന ഗിഫ്റ്റ്. ഈ ഗിഫ്റ്റ് എനിക്ക് ഭയങ്കര പ്രഷ്യസാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും അറിയപ്പെടുന്നത് ഞങ്ങൾ കപ്പിൾസായിട്ടൊക്കെ അറിയാം. കാരണം വെച്ചാൽ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, അവൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് ഞങ്ങൾക്ക് ആരും ഒന്നും തരാത്തതുകൊണ്ട് ഞാൻ അവൾക്കൊരു ചോക്ലേറ്റ് ഡേക്ക് ഞാനൊരു ചോക്ലേറ്റ് വെച്ചിട്ട് ഒരു കാർഡ് ഉണ്ടാക്കി കൊടുത്തായിരുന്നു. സോ അതേപോലെയുള്ള ഒരെണ്ണം അവളേക്ക് ഉണ്ടാക്കി തന്നു. ഷീ ഈസ് മൈ ഹാർട്ട്. സോ ഇതെനിക്ക് ഭയങ്കര പ്രഷ്യസാണ്. അവൾ ഇതിൽ കുറേ റൈറ്റിങ്സ് ഒക്കെ എഴുതി തന്നിട്ടുണ്ട്. ആൻഡ് ഇതാണ് ഫൈനലി ആ കാർഡ്. ഈ ഒരു പേഴ്സും എൻ്റെ റൂംമേറ്റായിട്ടുള്ള വേറൊരു ചേച്ചി എനിക്ക് കൊണ്ടുതന്നേക്കുക. ആൻഡ് എനിക്ക് പേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതാണ് എൻ്റെ പേഴ്സ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മ ഒരു +1 പഠിക്കുന്ന സമയത്ത് എനിക്ക് വാങ്ങിച്ചു തന്ന പേഴ്സാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേഴ്സാണ്. ഇതിപ്പോൾ ഇവിടെ കീറി ഇപ്പോൾ ഒരു അവസ്ഥ ആയിട്ടുണ്ട്. എനിക്ക് വേറൊരു പേഴ്സ് കിട്ടും. സോ അപ്പോൾ എനിക്ക് ഈ പേഴ്സ് കിട്ടിയത് ഞാൻ ഇതിലേക്ക് സാധനങ്ങളൊക്കെ മാറ്റി ചെയ്ത് തൊട്ടിട്ട് ഞാൻ ഈ പേഴ്സ് എടുത്തു. പിന്നെ എനിക്ക് എൻ്റെ വേറൊരു ബെസ്റ്റ് ഫ്രണ്ട് കൊണ്ടുതന്ന ഫ്രെയിമാണ് ഇത്. നോക്കിക്കും, ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്യാങ് ആയിട്ട് വരുന്നത്. എന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, എന്നും കണക്ട് ചെയ്യും. അവരൊക്കെയാണ് ഇവർ. ഈ ഫോട്ടോന് എന്തൊക്കെയൊക്കെയോ മീനിങ്സ് ഉണ്ട്. പക്ഷെ എനിക്കത് ഗസ് ചെയ്യാൻ അത്ര ബുദ്ധിയും വിവരമൊന്നും എനിക്കില്ല. പക്ഷെ അവനോട് ചോദിച്ചിട്ടാണ് അവൻ പറയുന്നില്ല. സോ അവൻ വന്നിട്ട് ഈ ഫോട്ടോന് ഫ്രെയിം ചെയ്തുള്ള കമൻറ്റ് ഇടണം എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് വെച്ചാൽ എൻ്റെ ഗ്യാങ്സിന് ഞങ്ങൾ എല്ലാവരും ഉള്ളൊരു ഫോട്ടോ ഞങ്ങൾ ഇതുവരെ എടുത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഓരോ ജില്ലക്കാരും. പക്ഷെ ഞങ്ങളുടെ തമ്മിലെ ബോണ്ട് ഭയങ്കര ബോണ്ടാണ്. സോ അങ്ങനെ എനിക്ക് എൻ്റെ റൂമിൽ വെക്കാൻ പറ്റിയൊരു ഫോട്ടോ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് നെക്സ്റ്റ് ഒരു യമൻ്റെ ഫോട്ടോ ഫ്രെയിമാണ്. ഇത് കണ്ടോ, ഈ ഫോട്ടോ ഫ്രെയിമിൽ ഇതൊക്കെ ഞാനാണ്. ഇതൊക്കെ എൻ്റെ കുഞ്ഞിലേ മുതലുള്ള ഫോട്ടോ ആണ്. തന്ന ഫ്രണ്ട് എൻ്റെ കൂടെ വന്നിട്ട് ഒരു 10 വർഷം ഉണ്ട്. സോ ഭയങ്കര ഞങ്ങളൊരു ഡീപ്പ് ബോണ്ട് ഞങ്ങൾ തമ്മിൽ. സോ അതുകൊണ്ട് തന്നെ എൻ്റെ ഏകദേശം കുറേ ഫോട്ടോ അവരുടെ കയ്യിലുണ്ട്.
അങ്ങനെ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. കാരണം തന്ന ഫ്രണ്ട് ഇന്നലെ എൻ്റെ കൂടെ ഇല്ലായിരുന്നു. അവനാണെങ്കിൽ ബാംഗ്ലൂരാണല്ലോ. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. അവന് വിഷയം അറിയാം. ഒട്ടും എനിക്ക് ഗിഫ്റ്റ് എനിക്ക് വേറെ ആളുടെ കയ്യിൽ കൊടുത്തുള്ളൂ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതിലാണെങ്കിൽ എൻ്റെ കുഞ്ഞിലേ തൊട്ടിട്ട് പണ്ട് ഞാൻ ഇരിക്കുന്ന കോലം നോക്കി പണ്ട് തൊട്ടിട്ട് ഇരിക്കുന്ന കോലം വരെയുണ്ട്. സോ ഈ ഫോട്ടോ ഫ്രെയിം കുറച്ച് വെയിറ്റ് ഉണ്ട് ആൻഡ് കുറച്ച് നീളവും ഉണ്ട്. സോ ഇത് കിട്ടിയത് ഭയങ്കര എക്സൈറ്റഡ്. സോ താങ്ക് യു. ഫൈനലി ലാസ്റ്റ് വൺ ദിസ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ചോക്ലേറ്റ് ഞാൻ തൊടണേ. എനിക്കാണെങ്കിൽ ഇങ്ങനെ റിലേഷൻഷിപ്പ് കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ എൻ്റെ ബോയ് ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് പറയും, എടാ നീയൊക്കെ ഇങ്ങനെ ഇരുന്നോ, എനിക്ക് കാര്യം ഇതൊക്കെ തരാനുണ്ടോ, എനിക്ക് ഇന്ന് ഇത് തന്നാലെന്നൊക്കെ. ഞാൻ അങ്ങനെ ജസ്റ്റ് ഒരു വാലന്റൈൻസ് ഡേ എന്തോ കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനെ വിളിച്ചിങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, നീയൊക്കെ എന്താ എനിക്കൊരു മുട്ടായി തന്നാൽ. ജസ്റ്റ് ആ ഒരു കോൺവെർസേഷൻ അങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞായിരുന്നു. നോക്കുന്നതാണെങ്കിൽ എനിക്ക് ഇന്നലെ ഇതും കൊണ്ട് വന്നേക്ക് എന്നിട്ട് കിട്ടിയതിന് ശേഷം ഞാൻ പിന്നെ താഴെ വെച്ചില്ല. ഞാനാണ് ഇങ്ങനെ എടുക്കാമെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് ഇതിന് കാര്യം ഈ ചോക്ലേറ്റ് സീരിയസ്ലി ഈ ചോക്ലേറ്റ് ഇങ്ങനെ കുറേ ഈ വാലന്റൈൻസ് ഡേ ഒക്കെ വരുന്ന സമയത്ത് ഈ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനായിട്ട് വേറെ തന്നെ സെക്ഷൻ കണ്ടില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പോയി നോക്കുന്നില്ല. എന്നിട്ട് ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് പറയും, ഇത് നിങ്ങൾക്ക് കാര്യം തരാനുണ്ടോ, ഇത് തരാനുണ്ടോ, ജസ്റ്റ് ഇങ്ങനെ കളിയാക്കും. സോ ഇനി ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ വേറെ ഒന്നും കാര്യമായിട്ടൊന്നും എഴുതി തന്നിട്ടില്ല. കാരണം എൻ്റെ വാലന്റൈനിൽ നമ്പർന്നൊന്നുമല്ല, എൻ്റെ ഒരു ഫ്രണ്ട് തന്നിരിക്കാം. ഇത് ഞാൻ ഓർത്ത് ഇത് നമുക്ക് ഇവിടെ തന്നെ അൺബോക്സ് ചെയ്യാൻ ഓർത്ത്. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ചിട്ട് നമ്മുടെ ഫ്രണ്ട്സിനെല്ലാം കൊടുക്കാം. എല്ലാവരും ഇവിടെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്, എല്ലാവരും വെയിറ്റിംഗ് ആണ്. സോ പകുതി എന്ത് പരിപാടിയെ പറ്റിച്ചാൽ ഇങ്ങനെയാണ് പൊട്ടിച്ചു. ഇങ്ങനെയാണെന്ന് എനിക്ക് ഇതിനെപ്പറ്റി വലിയ വിവരമൊന്നുമില്ല. പ്ലേസ് ഫോട്ടോ ഹിയർ. പ്ലേസ് ഇവിടെ ഫോട്ടോ ഒക്കെ വെക്കാൻ പറ്റും. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഗായ്സ് ഡയറി മിൽക്ക് ഗായ്സ്, നമുക്കിതിങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ വയ്ക്കാം. ഭയങ്കര ഡയറി മിൽക്ക് ഫാനൊന്നുമല്ല. എനിക്ക് അങ്ങനെ ഒത്തിരി ഷുഗർ ഒത്തിരി ചോക്ലേറ്റ്സ് ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ല. മീൻസ് എന്തോ ഒരു ഷുഗർ ഐറ്റംസിനോട് അത്ര വലിയ ഇഷ്ടമല്ല. എനിക്ക് എരിവുള്ള അങ്ങനത്തെയൊക്കെ ഇഷ്ടം. പക്ഷേ എനിക്ക് ഈ ചോക്ലേറ്റ് കിട്ടിയത് ഭയങ്കര എക്സൈറ്റഡ്. സോ നമുക്കിത് പൊട്ടിച്ചിട്ട് നമ്മുടെ ഫ്രണ്ട്സിനെ നല്ല ചൂട് നല്ല വെയിൽ കാരണം ഇത് ഉരുകിയിട്ടാണ്. ഇതിപ്പോൾ ഇനി നക്കി തിന്നേണ്ടി വരും. ഇവിടെ വെണ്ണയ്ക്കാണ്. എനിക്ക് ഡയറി മിൽക്കിൽ ഈ സാധനം പോപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ല. കാരണം നല്ല ഉരുകിയിട്ടാണ്. നല്ല ഇന്നലെ പരാക്രമണത്തിന് ശേഷം ഈ മെൽറ്റഡായ ഈ ചോക്ലേറ്റിൽ നമ്മൾ ഈ ഒരു പരുവത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കിത് പോപ്പപ്പ് ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷെ നമുക്ക് എടുത്ത് കഴിക്കാം. ഞാൻ എൻ്റെ ഹാർട്ട് പോപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് ബ്രേക്ക് നമുക്ക് ഇതിനെ വെച്ചു. എനിക്കങ്ങനെ ചോക്ലേറ്റ് തിന്നിട്ട് അഭിപ്രായം പറയാനൊന്നും അറിയത്തില്ല. കൊള്ളാം. സോ ബാക്കി എനിക്ക് നമ്മുടെ ഫ്രണ്ട്സിന് കൊടുക്കാം. സോ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. പിന്നെ ഈ ടോപ്പ് എനിക്ക് എൻ്റെ അമ്മ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വന്ന സമയത്ത് എനിക്ക് ഇവിടുന്ന് കൊണ്ടുതന്നു. പിന്നെ എനിക്ക് അതിന് കുറച്ച് ഡ്രസ്സസ് അമ്മ ഇങ്ങനെ കൊണ്ടുതന്നു. ആൻഡ് അതുപോലെ തന്നെ എൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്ത സമയത്ത് ഒത്തിരി ആൾക്കാർ എന്നെ വിഷ് ചെയ്തു. അറിയാത്ത ഒത്തിരി ആൾക്കാർ, അറിയുന്ന ഒത്തിരി ആൾക്കാർ, എൻ്റെ ഫോളോവേഴ്സ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി ആൾക്കാർ എന്നെ വിഷ് ചെയ്തു. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. ഉമ്മ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. ആൻഡ് ഞാനിങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവായ സമയത്ത് എന്നെ 100 പേരെങ്കിലും അറിഞ്ഞു. അവരെന്നെ സ്നേഹിച്ചു, സബ്സ്ക്രൈബ് ചെയ്തു, എന്നെ സപ്പോർട്ട് ചെയ്തു. എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.